അവരുടെ വിഷമം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് വേണ്ടി എന്റെ മരുമകൻ തട്ടുകടയിൽ ജോലി ചെയ്തു. എന്റെ മോള് എച്ചിൽ പാത്രം കഴുകി. രണ്ടുപേരും അടിമകളെ പോലെ ജോലി ചെയ്തു. കുറഞ്ഞ പക്ഷം അവർക്ക് ശമ്പളമെങ്കിലും കൊടുത്തോ? കൊടുത്തില്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ വാങ്ങിയ കടത്തിന്റെ മേൽ എന്റെ മകളും മരുമകനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്? അഖിലിനെയും കാർത്തികയും അമേരിക്കയിലേക്ക് അയക്കാന്ന് അഭിമസും വാക്ക് തന്നേക്കല്ലേ ആന്റി. കാവ്യയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ അയക്കാന്ന് വാക്ക് തന്നിരുന്നു. എന്നാൽ ഇവരാണ് ഒരു സ്വസ്ഥതയും കൊടുക്കാതിരുന്നത്. കാവ്യയുടെ കല്യാണം മുടക്കാനായിട്ട് ഇവരെന്തൊക്കെ പ്ലാൻ ഇട്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? നിക്കബി, ലോട്ടറി കാശും 70 പവൻ ആഭരണവും മോഷ്ടിക്കാൻ എന്തൊക്കെ പദ്ധതിയായിട്ടെന്ന് ആന്റിയോട് പറഞ്ഞില്ലേ അവര്? പറയൂലേമേ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. ബന്ധുക്കളായിരുന്നിട്ട് കൂടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തുവെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഒടുവില് ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ ഉണ്ണിയെ കിഡ്നാപ്പ് ചെയ്തു, വസുവിനെ കിഡ്നാപ്പ് ചെയ്തു. രാഹുലിനും കാവ്യയ്ക്ക് കല്യാണം നടത്താൻ തീരുമാനിച്ചു. ഇതിൽ കൂടുതൽ ദ്രോഹം എന്തെങ്കിലും ഉണ്ടോ? ഇത്രയൊക്കെ ചെയ്തിട്ടും അവിയും ബസും ക്ഷമിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? വീട്ടിന്റെ മാനം പോവാതിരിക്കാൻ, കാവ്യയുടെ കല്യാണം നടക്കുന്നതിന് വേണ്ടി, എന്തിനാ അഖിലും കാർത്തിക അപമാനിതരാകാതിരിക്കാൻ ഇത്രയും ദ്രോഹം ചെയ്ത ഇവരെ ക്ഷമിച്ച് വീട്ടിൽ നിർത്തുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോ ആ തെറ്റുകളൊക്കെ ഒരു കാരണമായി കാണിച്ച് എന്റെ മരുമകനെ കൊണ്ട് ഒപ്പിടിക്കാനാണോ ശ്രമം? അവന്റെ സ്വത്ത് നിങ്ങൾക്ക് കൈക്കലാക്കണം അല്ലേ? എന്നിട്ട് എന്റെ മോളെ പെരുവഴിയിലാക്കണം. അഖില ഡോക്യുമെന്റ്സിൽ ഒപ്പിടേണ്ട ഒരു ആവശ്യമില്ല. ഏട്ടനും ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല. അബി, ആ കടം വാങ്ങിയത് ഞാനാണ്. എല്ലാ കടത്തിനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്. ആ കടം ഞാൻ തന്നെ തീർത്തോളാം. ഇതിലിവിടെ ആർക്കും ഒരു പങ്കും ഉണ്ടാവില്ല. അങ്ങനെയല്ല. ഒരു ബന്ധവുമില്ല. നിങ്ങൾ വേഗം പോവാൻ നോക്ക് ചെറിയമ്മേ. ആ കടത്തിൽ നിങ്ങളുടെ മകൾക്ക് മരുമകനും യാതൊരുവിധ ബന്ധവുമില്ല. ഇക്കാര്യം പറയാനാ ഞാൻ വന്നത്. വസുന്ധരെ, ഇനി ഈ വീടുമായി എനിക്കും എന്റെ മകൾക്കും എന്റെ മരുമകനും യാതൊരു ബന്ധവുമില്ല. എന്റെ മരുമകനെയും മകളെയും ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവുകയാ. അല്ല, എങ്ങോട്ടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഈ ദാരിദ്ര്യം പിടിച്ച കുടിലിൽ നിന്നും നല്ലൊരു വീട്ടിലേക്ക്. ഇത്രയും നാൾ ഈ വീടാണ് നിങ്ങളുടെ മോൾക്കും മരുമകനും ആശ്രയം കൊടുത്ത് ആഹാരം കൊടുത്തതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഓ, വെറുതെ ഭക്ഷണം കൊടുത്ത് താമസിപ്പിച്ചതല്ലോ, പട്ടിയെ പോലെ പണിയെടുപ്പിച്ചില്ലേ?
ഇനി മുതൽ എന്റെ മകൾക്കും മരുമകനും ഇവിടെ പണിയെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്റെ മരുമകന് ഞാൻ പരിചയമുള്ള നല്ലൊരു കമ്പനിയിൽ മാനേജർ ജോലി കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായി കാലിന്റെ മേൽ കാല് വെച്ചവനിരിക്കും. ബേബി, പോയി നിന്റെ ലഗേജ് എടുത്തോണ്ട് വാ. സഹോദരങ്ങൾ 3 പേരും ഒരുമിച്ച് താമസിക്കണമെന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചെറിയമ്മേ. ദയവ് ചെയ്ത് നമ്മുടെ കുടുംബത്തെ വേർപിരിക്കരുത്. മക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ആൾക്കാർ ഇത് എവിടെ പോയി വസുന്ധരെ? ഇത്രയും പ്രായമായവര് തന്നെ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് പറയുമ്പോ എന്റെ മരുമകൻ എന്താ പോയാല്? എന്റെ അമ്മയച്ഛനും കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് പോയിരിക്കാം. ഒരാഴ്ചക്കുള്ളിൽ അവർ തിരിച്ചു വരും. വേണമെങ്കിൽ എന്റെ മകളും മരുമകനും ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടിട്ട് പോവും. അതുപോലെ നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കരുത് ആന്റി. അഖിൽ വരില്ല. നിനക്കിനിയും കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഭാസ്കർ. അഖിലിനെ ഞാൻ എവിടെയും കൂട്ടിക്കൊണ്ട് പോയില്ല. അഖിലിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ഇക്കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇനി ഫോൺ ചെയ്ത് ചോദിക്കാനാണെങ്കിൽ നിങ്ങളോട് ഫോണിൽ സംസാരിക്കാൻ പോലും അഖിലിന് താല്പര്യമില്ല. നിങ്ങൾ ഞങ്ങളെ വിട്ട് എത്ര അകന്ന് കഴിയുന്നോ അത്രയും അത് അഖിലിന് നല്ലതാണ്. അഖില് നന്നായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അഖിലിനെ നിങ്ങളങ്ങ് മറന്നേക്ക്. ഇനി മുതൽ അഖിൽ നിങ്ങൾ സഹോദരന്മാരിൽ ഒരാളായിരിക്കില്ല, എന്റെ മരുമകൻ മാത്രമായിരിക്കും. പോവാമോ മോം? യെസ് ബേബി. ഇവരോട് നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം ഉണ്ട് മോം. ഗുഡ് ബൈ. ഗുഡ് ബൈ ഫോർ എവർ. ലെറ്റ്സ് ഗോ മോം. യാ. കാർത്തിക, നീ ഇങ്ങനെ എടുത്തു ചാടല്ലേ. ഈ വീട്ടിലെ മരുമകളാ നീ. കല്യാണം കഴിഞ്ഞ് വന്ന ഭർത്താവിന്റെ വീടാ നിന്റെ വീട്. ഇങ്ങനെ ഇറങ്ങി പോകരുത്. നീ എന്തിനു ഓവറാക്കുന്നേ? ഇതെന്താ കാർത്തികയുടെ ഭർത്താവിന്റെ വീടാ? നീയും അഭിയും താമസിക്കുന്ന വാടക വീട്. നിന്റെ വീട്ടിൽ താമസിക്കേണ്ട ഒരാവശ്യം അവക്കില്ല. എന്താ ഇളയമേ നിങ്ങളും കൂടി കാർത്തികയെ തടയുന്നതിന് പകരം? കാർത്തികയെ ഞാനെന്തിനാ തടയുന്നേ? ഞാനും കാർത്തികയുടെ കൂടെ അങ്ങ് പോവാ. ഈ അബിയുടെ കീഴില് അടിമയെ പോലെ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്റെ കൊച്ചുമോളുടെ കൂടെ ഞാൻ സുഖമായിട്ട് ജീവിക്കും. അബി നിങ്ങളെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടേ ഇല്ലല്ലോ. സ്വന്തം അമ്മയെ പോലുള്ള അവ ഇന്ന് നിങ്ങളെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഇവരെ കൂടെ പോവുകയാണല്ലേ?
നിങ്ങൾ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഒരിക്കലും പിരിയാതെ ഒരുമിച്ചായിരിക്കണം. ഞാൻ എൻ്റെ അനിയൻ്റെ ഭാഗത്തേ നിൽക്കും. ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇരിക്കും. താങ്ക്സ് ഏട്ടാ. താങ്ക്സ് അനിയ. ഉണ്ണി, ഉണ്ണി, എന്താ അമ്മേ? ഉണ്ണി, അനുവിനെയും കീർത്തിയെ ഹോംവർക്ക് ചെയ്യാൻ ഒന്ന് സഹായിക്കോ? ഓക്കെ അമ്മേ. ഉണ്ണി, ആ വല്യമ്മയും വല്യച്ഛനെ നീ എവിടെയെങ്കിലും കണ്ടോ? കണ്ടില്ലമ്മേ. ശരി, നീ പൊക്കോ. മോളെ വസു, ഞങ്ങൾ രണ്ടുപേരോടും നീ ക്ഷമിക്കണം. മറ്റൊരു വഴിയില്ലാത്തോണ്ടാ ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഏട്ടാ, ഏട്ടാ. വസുന്ധര, ഏട്ടൻ എങ്ങനെ കണ്ടായിരുന്നു? വസുന്ധര, കാവ്യെ നിങ്ങൾ സ്വന്തം മകളായിട്ടാണ് കണ്ടത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കാവ്യെ കല്യാണം കഴിച്ചയച്ചു. നിങ്ങൾക്ക് കിട്ടിയ ലോട്ടറി കാശ് കൊണ്ടാണ് കല്യാണം നടത്തിയത്. ഈ കല്യാണത്തിന് വേണ്ടി 15 ലക്ഷം രൂപ കടവും വാങ്ങി. ആ കടത്തിന്റെ കാര്യത്തിന് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഡോക്യുമെന്റ്സിൽ ഒപ്പിടാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ഭാരമായി മാറിയിരിക്കുക. ഇനിയും നിങ്ങൾ ഉപദ്രവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട്
പോവാണല്ലോ ഏട്ടാ. ഈ കൂട്ടുകുടുംബം തകർന്ന് തരിപ്പണായേട്ടാ. സ്വന്തം ഒന്ന് വിചാരിച്ചവരൊക്കെ നമ്മളെ വിട്ടു പോയി. നമ്മൾ ഒറ്റപ്പെട്ട് നിക്ക. നമുക്ക് മാത്രം എന്താട്ടെ ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? താൻ വിഷമിക്കാതിരിക്കുക വസുന്ധര. അമ്മയും അച്ഛനും കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് നാട്ടിലേക്ക് പോയിരിക്കുന്നത്. മനസ്സിന് സമാധാനം കിട്ടുമ്പോൾ അവരായിട്ട് തന്നെ എത്തിക്കോളൂ. അഖിലും കാർത്തികയും അവരുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരിവിടുന്ന് പോയത്. അവരെ സ്വന്തമായി മുന്നേറുകയാണെങ്കിൽ അവരെ ഓർത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളായിരിക്കും. ഇളയമ്മയ്ക്ക് കുട്ടിക്കാലം മുതലേ അഖിലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയെക്കാളും ഇളയമ്മ അവനെ നന്നായിട്ട് നോക്കിയിരുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് പോയത്. ഇവരെ കുറിച്ചോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല. ഏട്ടനെ ഏട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. അക്കൗണ്ട്സ് അല്ലാതെ ഏട്ടന് വേറെ യാതൊരു ജോലി അറിയില്ല. ഏട്ടത്തെയാണെങ്കിൽ വീട് വിട്ട് ഒരിടത്തേക്കും പോയിട്ടില്ല. അവരെങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം വസുന്ധര. അവര് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. പുറം ലോകത്തെപ്പറ്റി ഒന്നും അറിയാത്ത ഏട്ടൻ, വീട് വിട്ട് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാത്ത ഏട്ടത്തി. എന്തായാലും അധികം ദൂരം പോകാൻ ചാൻസ് ഇല്ല. താൻ കുട്ടികളെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പോയി ഏട്ടനെ ഏട്ടത്തെയും കൂട്ടിക്കൊണ്ടുവരാം. ഞാനും ഈ കാര്യം തന്നെ ഏട്ടനോട് പറയാൻ വന്നത്. അമ്മയും അച്ഛനും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരികെ വരും. അഖിലും കാർത്തികയും സുഖമായിട്ടിരിക്കുന്നെങ്കിൽ അതിലും വലിയ സന്തോഷം വേറെയില്ല. എനിക്ക് ഭാസ്കരേട്ടന്റെയും ഭാവനച്ചയുടെയും കാര്യത്തിലുള്ള വിഷമം. ഏട്ടൻ പെട്ടെന്ന് പോയി കൂട്ടിക്കൊണ്ടുവാ. ചേച്ചിയും ഭാസ്കരേട്ടനും എന്തൊക്കെ പറഞ്ഞാലും കേൾക്കണ്ട. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. അവര് വന്നില്ലെങ്കിൽ ചാകുന്ന് വെറുതെ സത്യം ചെയ്യും. അതുപോലെ അവരെവിടെ പോയാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞേക്ക്. ഏട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയണ്ട. പക്ഷെ ചേച്ചിയും ചേട്ടനെ തിരികെ കൊണ്ടുവരണം. കൂട്ടിക്കൊണ്ടുവരാം വസുന്ധര. ഏട്ടനെ ഏട്ടത്തി മാത്രമല്ല, വീണ്ടും എല്ലാവരും തിരിച്ചു വരാം. നമ്മളെല്ലാവരും ഇനി ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. കൂട്ടുകുടുംബമായിട്ടായിരിക്കും കഴിയുന്നത്. നല്ല ഐക്യമുള്ള കുടുംബമായിട്ടായിരിക്കും ജീവിക്കുന്നത്. താൻ ധൈര്യമായിട്ടിരിക്കുക. എന്താ ഇതുവരെയും വരാത്തത്? ഭാസ്കരേട്ടനെയും ഭാവനേച്ചിയും കൂട്ടിക്കൊണ്ടുവരാന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോയതാ. അവരെ രണ്ടുപേരെയും ഏട്ടൻ കണ്ടെത്തി കാണുമോ? അഖിലും കാർത്തികയും എവിടെ താമസിക്കുന്നെന്ന് പോലും അറിയില്ല. വസു, ലക്ഷ്മി ഇങ്ങോട്ടെങ്ങാനും വന്നോ? ഇങ്ങോട്ട് വന്നില്ല. വന്നില്ലേ? പിന്നെ എന്തൊക്കെയാ വസു, കല്യാണ ജോലികളെല്ലാം കഴിഞ്ഞോ? അങ്ങനെ നിങ്ങൾ കൊടുത്ത വാക്ക് പാലിച്ചു അല്ലേ? ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണം വളരെ ഭംഗിയായി തന്നെ നടന്നു. നന്ദിനി, നീ ഇവിടെ നിൽക്കുവാണോ? വാ പോവാം. നീ എന്താ ഇത്ര ലേറ്റ് ആയേ? വേഗം പോവാം. വാ. ഈ സമയത്ത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? നിനക്കറിയില്ലേ, ഇന്ന് സുമിത്ര ദേവിയുടെ പിറന്നാളാ. ഓ, സുമിത്ര ദേവി അമ്മ എന്ന് പറയുമ്പോ അവരറിയില്ലേ നിനക്ക്? അവരീ നാട്ടിലെ തന്നെ കോടീശ്വരിയാ, വളരെ നല്ലവരും കൂടിയാ. ഒരുപാട് പാവങ്ങൾക്ക് അവര് സഹായം ചെയ്തിട്ടുണ്ട്. അയ്യോ, അവരെ പറ്റി എനിക്കറിയില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് അവരുടെ പിറന്നാളാണെന്ന കാര്യം അറിയില്ലായിരുന്നു. അവരുടെ സ്വന്തമായുള്ള ഹോസ്പിറ്റലില് അവരുടെ പിറന്നാൾ ആഘോഷിക്കുക. ദൈവത്തിന്റെ കാര്യത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ആരും ക്ഷണിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാ ആ നല്ല മനസ്സിനുടമയായ അമ്മയുടെ പിറന്നാളിന് ഞങ്ങളും പോകുന്നത്. അവരുടെ പിറന്നാൾ ആഘോഷത്തിന് പോകുന്ന എല്ലാവർക്കും അവരെന്തെങ്കിലും ഒരു സഹായം ചെയ്യും. ഞങ്ങൾ പോയിട്ട് വരാം വസു. വസുവിന്റെ ഹസ്ബൻഡ് വന്നല്ലോ. ശരിയെന്നാ. എന്തു പറ്റിയേട്ടാ?
ഭാസ്കരേട്ടനെയും ഭാവനേച്ചിയും കണ്ടെത്തിയില്ലേ? ഇല്ല വസുന്ധര, ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു. നാളെ പോയി ഒന്നും കൂടെ അന്വേഷിക്കാം. പാവം ഭാസ്കരേട്ടനും ചേച്ചിയും എവിടെയാണോ എന്തോ, അവരിപ്പോ കഷ്ടപ്പെടുന്നുണ്ടാവും. വസുന്ധര, അവരാരെക്കുറിച്ചാ ഇപ്പൊ സംസാരിച്ചത്? സുമിത്ര ദേവി എന്ന നല്ല മനസ്സിന്റെ ഉടമയെ കുറിച്ചാ പറഞ്ഞത്. പറഞ്ഞു വരുമ്പോ ഹോർട്ടിക്കൾച്ചറില് അവരായിരുന്നു എനിക്ക് ഇൻസ്പിറേഷൻ. ഓ, അങ്ങനെയാണോ?